ഫൈൻകുൽത്ത നിനക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദ്യം? ഫലിമ ലം തൂരിദ് ഈ അഖ്സാമിൽ ഉലൂമി ഇൽമുകളെ പല ഓഹരികളായി പല വിഭാഗങ്ങളായി തിരിച്ചു. അങ്ങനെ ഓഹരികളെ കൂട്ടത്തിൽ അങ്ങ് കൊണ്ടുവന്നിട്ടില്ല അൽ കലാമ വിശ്വാസപരമായ തർക്കശാസ്ത്രത്തെ വൽ ഫൽസഫ അലൈ ഫിൽസഫ ഈ ഫൽസഫിയനും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇത് രണ്ടിനെയും ഈ ഇൽമിന്റെ ഓഹരിയിൽ ഉൾപ്പെടുത്തി കാണുന്ന എന്താ കാരണം? വതബയ്യന അന്നഹുമാ മദ്മൂമാനി ഔ മഹ്മൂദാനി അത് രണ്ടും ഫൽസഫിയും കലാമും രണ്ടും മോശമാണ്, വാഴ്ത്തപ്പെട്ടതാണ് എന്നത് രണ്ടും വ്യക്തമാക്കി കാണുന്നുണ്ട്. മോശമാണ്, നല്ലതാണ് എന്ന് പറയുന്ന അഭിപ്രായം തബയ്യന വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാനാ? അതിന് മറുപടി പറയാണ്. ഇനിയൊന്ന് അറിഞ്ഞോളാ. എന്താ അറിയാനുള്ളത് അറിയാം. അന്നഹാസിലമ ഒന്നിന്റെ ടോട്ടല് അങ്ങനെ തോന്നുന്നു യസ്തമിലു അലൈഹി ഈ പറയുന്ന ഇൽമുൽ കലാമിന്റെ മേൽ ചുറ്റും എന്ത് അലാ ഒന്നിന്റെ മേൽ ചുറ്റുന്നു ഇൽമുൽ കലാമി ഇൽമുൽ കലാം ആ ഒന്നിന്റെ മേൽ ചുറ്റുന്നുണ്ട്. എന്നാൽ അതിലെത്തി ലക്ഷ്യങ്ങളിൽ നിന്ന് അല്ലെത്തി എങ്ങനത്തെ ലക്ഷ്യങ്ങൾ യുന്തഫ അതുകൊണ്ട് ഉപകാരമെടുക്കപ്പെടാൻ പറ്റും. അങ്ങനെയുള്ള തെളിവുടെ അടിസ്ഥാനത്തിൽ ഇൽമുൽ കലാമിനെ പറ്റി വരുമ്പോൾ അത് ഏതൊന്നിന്റെ മേൽ ചുറ്റി നിൽക്കുന്നുമോ ആ ഒന്നിന്റെ ടോട്ടല് അതേതായിരിക്കും? ഫൽ ഖുർആൻ ഖുർആനാണ്, വൽ അഖ്ബാറു ഹദീസുകളാണ്, മുസ്തമിലത്തുൻ അലൈഹാ അലൈഹി ഈ പറയുന്ന ഇൽമുൽ കലാമിന്റെ മേൽ ചുറ്റി നിൽക്കുന്ന അഖ്ബാറുകളുണ്ട്, ഖിറാഅത്തുകളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് തെളിവ്. അതിൽ നിന്നാണ് ഇൽമുൽ കലാമിന് എടുക്കുന്നത്. വമാ ഖറജ അൻഹുമാ ഖുർആൻ സുന്നത്ത് എന്നിവയെ തൊട്ട് പുറത്തുപോയ ഏത് വിജ്ഞാനമുണ്ടെങ്കിലും അത് അപ്പോൾ ആ വിജ്ഞാനം ഇമ്മാ മുജാദത്തും മദ്മൂമ മോശമായ രീതിയിലുള്ളതായിരിക്കുന്ന തർക്കങ്ങളായിരിക്കാം. വഹിയ ഈ മോശമായിരിക്കുന്ന തർക്കമുണ്ടല്ലോ, ചീത്തയാക്കപ്പെട്ട തർക്കം മിനൽ ബിദ്അ അത് പുത്തൻവാദിയിൽപ്പെട്ടതാണ്, പുത്തൻ ചിന്തകളിൽപ്പെട്ടതാണ്. അതെങ്ങനെ കിട്ടും? കമാ സയതി ബയാനുഹു എന്താണ് അതിന്റെ വ്യാഖ്യാനം പിറകിൽ വരുന്നുണ്ട്, ഞാൻ ചൂണ്ടിയതാണ്. വഇമ്മാ മുസാഹബത്തും ബിതഅല്ലുഖി ബിമുഖത്തനാത്തി ബിമുതനാഖിലാത്തിൽ ഫിറഖി ലഹല്ല ഫിറഖി ഒന്നിരിക്കൽ ഈ ഇൽമെന്തായിരിക്കുന്നറിയാമോ? മുശാഹബത്തുൻ അത് ഒരു ശബ്ദകോലാഹലത്തോടുകൂടി ഉണ്ടാകുന്ന തർക്കമാണ്. അങ്ങനെ ബിതഅല്ലുഖി ബന്ധിക്കലുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസാലകൾ അത്തരം മസാലകൾക്ക് എതിരെ കൊണ്ടുവരിക, മുനാഖറ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടും എന്താണെന്നറിയാമോ? ശബ്ദങ്ങൾ ഉയരും. മക്കാലത്തുകൾ നീങ്ങൽ പോവല് കൊണ്ട് ദീർഘിപ്പിക്കലാകുന്നത് നീങ്ങലാകുന്നതല്ലേ. അല്ലത്തി എങ്ങനത്തെ മക്കാലത്തുകൾ അഗ്ദറുഹ അതിലധികവും തുറഹാത്തും വാദയാനാത്ത് ഇങ്ങനെയുള്ള ഇൽമുകളാണ് അതിലുള്ളത്. എന്തായാലും അർത്ഥം പറഞ്ഞിട്ടില്ലല്ലോ. അഗ്ദറു തുറഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബാത്തിലായ വാക്കുകളാണ് അധികം. പിന്നെ വാദയാൻ എന്ന് പറഞ്ഞാൽ വാദയാനാത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു സ്ഥാനമാനങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ളതാണ്. അപ്പൊ തെരുതരീകത്തിഭാവും നല്ല സുന്ദരമായിരിക്കുന്ന പ്രകൃതി എന്താകും? അതിനെ എന്താകും? തെരുതരി ഒഴിവാക്കും. അസ്മാവും നീതിമാന്മാരായി കേൾക്കാൻ പറ്റുന്ന കേൾവികളുണ്ട്. അത്തരം കേൾവികൾ എന്താകും? അതിന് തുപ്പി പുറത്തേക്കെറിയും. ഇങ്ങനെയുള്ള ഇൽമുണ്ട്. ആ ഇൽമു നമ്മൾ പഠിക്കണ്ട. ഈ പറയുന്ന കാര്യങ്ങളിൽ ദീനുമായി ബന്ധപ്പെടാത്ത കാര്യത്തിൽ പ്രവേശിക്കലാകും. വലഞ്ഞ ഉണ്ടായിട്ടില്ല. മായരൂപം നിലക്കപ്പെടുന്ന രീതിയിലുള്ള സൗണ്ട്
അങ്ങനെയുള്ള പക്ഷി ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഭീമാനായത് അല്ലത് വിധീനി ദീനുമായി ബന്ധമില്ലാതെ പ്രവേശിക്കൽ വരും. വളഞ്ഞെക്കുൾ ഷെയ്ഖും മിൻഹു എത്തരത്തിൽ അതിൽ നിന്നെന്ത് വസ്തുമില്ല മാലൂമൻ സാധാരണക്കാർക്ക് വായിക്കാൻ കഴിയാത്ത സഹാബത്തിന്റെ ഇതാവീനടുക്കലും അങ്ങനെയൊന്നുമില്ല. പല കാലത്തും അവർക്ക് ഒരുണ്ടല്ലോ സംരക്ഷിക്കാൻ. അലംയക്കും ഷെയ്ഖും മിൻഹു മാലൂഫ ഫിൽ അശരി അസർ നമസ്കാരത്തിൽ അതിൻ്റെതായിരിക്കുന്ന ഇണങ്ങിച്ചേരുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം ബാത്തിലാക്കുന്ന നിലയിൽ ആണ്. ഒക്കെ ബാത്തിലാണ് നടത്തുന്നത്. കാരണം ഹൗലു അങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ള വിഷയത്തിൽ കണക്കല് അത് സാധാരണ പഴയ കാലത്തൊന്നും ഇല്ല. സ്വഹാബത്തിന്റെ കാലത്തൊന്നും അങ്ങനെ കളിക്കാടുമാനൊന്നും ഇല്ലല്ലോ. അതിനാവശ്യം വന്നിട്ടില്ല, പിന്നല്ലേ വന്നത്. അങ്ങനെ ഉള്ളത് ഇനി കാൽ ഹൗദ് ഫീഹി ഈ പറഞ്ഞ ഇൽമുൽ കലാമിൽ പ്രവേശിക്കുന്നത് മിനൽ കുല്ലിയത്തി മൊത്തം എല്ലാം കൊണ്ടും അത് മിനൽ ബിദഅ അത് ബിദഅ ചിന്തയിൽപ്പെട്ടതാണ്. പക്ഷേ വലാക്കിൻ എങ്കിലും തഗയ്യറൽ ആന ഹുക്മു ഇന്ന് അതിന്റെ വിധികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇദാ ഹുദ്ദിസത്തുൽ ബിദഅ ബിദഅത്ത് എന്താണെന്നറിയാമോ? കാരണം ഇതിന്റെ വിധിയൊക്കെ മാറാൻ കാരണം എന്താ അറിയാം? ഇന്ന് ഹദ്ദസത്തിൽ വിദഅത്തുകാരുണ്ടാക്കി തീർത്തു. അസ്വാരിബത്ത അൻ മുഖ്തദിൽ ഖുർആനും സുന്ന ഖുർആനും സുന്നത്തും എന്താണോ പറഞ്ഞു തരുന്ന ആശയം തേടുന്നത് അതിനെയും വിട്ട് തിരിഞ്ഞു പോയി. അങ്ങനെ പിരിഞ്ഞു പോയ ഒരു ബിദ്അത്താണ് ഈ മുർദാഹികൾ. വനബഗത്ത് ജമാഅത്തുൻ ഒരു സംഘം എന്താണെന്നറിയുമ്പോൾ വെളിപ്പെട്ടു. ലഫഖു ലഹ അതെന്താണെന്ന് ചോദിച്ചാൽ ആ പറയുന്ന ബിദ്അത്തുകൾക്കൊക്കെ എന്താണെന്നറിയാമോ അവരൊരുമിച്ച് കൂട്ടി ശിബ്ഹ സാദൃശ്യം ഒരുമിച്ച് കൂട്ടിയത്. അങ്ങനെ അത്തൗലിയ കലാമൻ മുഅല്ലഖൻ ഇണങ്ങിച്ചേരാൻ പറ്റുന്ന വിധത്തിലുള്ളതായ ഒരു കലാമായി അവിടെ രൂപാന്തരപ്പെടുകയും ചെയ്തു. ഫസാറ ദാലിക്കൽ മഅ്ദൂർ അവ പേടിക്കപ്പെടുന്നത് ആയി ഹുക്മു വറൂറത്തി വറൂറത്തിന്റെ ഹുക്മു കൊണ്ട് എന്നായി. അങ്ങനെ അത് പേടിക്കപ്പെട്ടതായത് മഅ്ദൂറൻ ബി അങ്ങനെയുള്ള കാര്യം പിന്നെന്തായി സമ്മതം നൽകപ്പെട്ടു. ഇൽമുൽ കലാമുൽ സംസോളി താരീമും താലിമും നടത്തിക്കോളിതാണ്. ബൽ എങ്കിലും ഇത് സ്വാറ ഈ ഫുറൂദിൽ കിഫായ പറന്ന് കിഫകൾ അത് പെട്ടുപോയി. അങ്ങനെയാണ് ഉഹുവ പറന്ന് കിഫ എന്ന് പറയുമ്പോൾ അൽ ഖദറു ഒരു ടൈമാണ്. അല്ലതി എങ്ങനത്തെ കണക്ക് യുഖാബലു ബിഹി അൽ മുബ്തദി ഒരു പുത്തൻ പ്രസ്ഥാനക്കായ ആളോട് ഇങ്ങനെ എന്താക്കുക ഇത് ഖുർആൻ വാക്യം കൊണ്ട് നേരിടപ്പെടും. ഇതാ ഖസദ ദഅവത വിജയത്തിലേക്കുള്ള ക്ഷണം നീ കരുതുകയാണെങ്കിൽ വദാലിക അത് ഇലാ ഹദ്ദിൻ മഹദൂദ് സനദ്കുറു ബിൽ ബാഖി ബാക്കിയുള്ളത് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ആ പറയുന്നത് വാഴ്ത്തപ്പെടുന്ന അദാലിക അത് ഇലാ ഹദ്ദി മഹദൂദ് ഒരു ഇലാ ഹദ്ദി മഹദൂദാണ്. നിശ്ചയിക്കപ്പെടുന്ന അതിർത്തിയുണ്ട്. ആ അതിർത്തി വരെ പറ്റുള്ളൂ. അത് ഏതാണ് സനദ്കുറു പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. ഫിൽ ബാബി അല്ലദി യരിഹാദ ഈ ബാബ് ഇത് കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത് ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ നമ്മൾ നിശ്ചിതമായ കണക്ക് പറയുന്നതാണ് അതിർത്തി. ആ അതിർത്തി വരെയുള്ളത് ആവശ്യം. അല്ലാതെ അപ്പുറം പഠിക്കാനൊന്നും പറ്റുകയില്ല. വിദ്യാർത്ഥുകാരൻ എന്താണ്? വിദ്യാർത്ഥുകാരൻ ജനങ്ങളെ വിദ്യാർത്ഥിയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിക്കുന്ന സമയത്ത് ഒരു മുഖത്തുതിയുമായിട്ട് ഇല്ല ആളോട് ഇത് നേരിടേണ്ടതാണ്. ആ നേരിടാൻ പറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹു തആല അല്ലാഹു ഉദ്ദേശിച്ചാൽ അവിടെ കാണാൻ ഉദ്ദേശിച്ചാൽ അമൽ ഫിലോസഫി മലേശത്ത് ഇൽമം ബിറൈസ തനിച്ചു കൂട്ടുമ്പോൾ ഇൽമൊന്നും അല്ലത്. ബൽഹിയ അർബഅത്തു അജ്സാഇൻ ഫൽസഫയെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തം ഇൽമൊന്നുമല്ല നമ്മളെ പോലെ. പിന്നെന്താ അത് 4 ജുസുക്കളാണെന്ന് പറഞ്ഞു. ആ 4 ജുസുക്കൾ നോക്കുക. അഹദുഹ അൽ ഹന്ദസത്തു വൽ ഹിസാബ് കണക്ക് ഹന്ദസ നില നോക്കി ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് അതാണ് ഒന്ന്.
ഉഹുമ ഈ അന്തസത്വം ഇസാവും രണ്ടും മുബാഹാനി അത് രണ്ടും അനുവദനീയമാണ്. കമാ സമക്ക മുമ്പ് പറഞ്ഞതുപോലെ വലായുംനോ അൻഹുമ ഈ രണ്ട് കാര്യത്തെ തൊട്ട് അഥവാ അന്തസ് ഇസാം ഈ രണ്ട് കാര്യത്തെ തൊട്ടും തടയപ്പെടൂല. ഇല്ലാമൻ യഖാഫു അലൈഹി അതിന്റെ മേൽ പേടിക്കുന്നവനായ ഒരുത്തൻ ഒഴികെ. മോശമാക്കപ്പെട്ട വിജ്ഞാനത്തിലേക്ക് അത് രണ്ടുകൊണ്ടും അവൻ വിട്ടുകിടക്കുമോ എന്നൊരു പേടിയുണ്ട്. അത്തരം പേടിയുള്ളവർക്ക് ഒഴികെ തടയപ്പെടില്ല. പേടിയുണ്ടെങ്കിൽ എന്താണ് തടയുക? ആ പേടി ഉള്ളവർക്കത് തടയൂല, അല്ലാത്തവനെ തടയും. അവർ അതിർത്തി വിട്ടുകിടക്കുന്നു കണ്ടാൽ പറ്റൂല, നിർത്തണം. കാരണം ഇന്ന അക്കത്തൽ മുമാരിസീന ലഹുമാ ഇത് രണ്ടും തേടിപ്പിടിച്ച് നടക്കുന്ന അധിക പേരും അത് ഹറജു മിൻഹുമായിലെ ബിദായി ഈ പറയുന്ന രണ്ട് കാര്യത്തിൽ നിന്നും അവർ പോയത് ബിദഅത്തിലേക്കാണ്. ബിദഅത്തിലേക്കാണ് പോയത്. അപ്പൊ യുസാനും ലൈഫും അൻഹുമാ ഇത് രണ്ടും നേടാൻ കഴിയാൻ സാധുവായ ആളെ കാക്കപ്പെടണം. ലാലി ഐനികമ അത് രണ്ടിനെ തടി കൊണ്ടല്ല പറഞ്ഞു, കണക്കാക്കാൻ കഴിയുമല്ലോ. കമാ യുസാനു സബീം ഷാത്തിഖിൻ നെഹർ പുഴയുടെ തീരത്ത് ഒരു കുട്ടിയെ കൊണ്ടേ കാത്താൽ എങ്ങനെ ഉണ്ടാവുന്ന പോലെ കൈഫത്തൻ അലി അവന്റെ മേൽ പേടിച്ചിട്ട് നഗരി പകരിൽ സംഭവിക്കുക എന്നതുകൊണ്ട് നമുക്കൊരു പേടിണ്ടായില്ല. അപ്പൊ കുട്ടി വീഴും. നെഹറിന്റെ പയല്ല പുഴ, പുഴ പകര് നിലപ്പുഴ, പുഴയിൽ വീഴും എന്ന് പേടിയുള്ളത് കൊണ്ട് പുഴയുടെ തല്ലത്ത് കുട്ടിനെ വെച്ച് കാത്താൽ എങ്ങനെ അതുപോലെ കാക്കും. മുഖാനായിക്കൂലല്ലോ, അതുപോലെ സംരക്ഷിക്കും. കമാ യുസാനു ഹദീസുൽ അഹിദി ബിൽ ഇസ്ലാമി ഇന്നലെ മിഞ്ഞാൻ ഇസ്ലാമം സ്വീകരിച്ചു വന്ന ഒരാളാണ്, അയാളെ കാക്കപ്പെടും പോലെ അൻ മുഖാറത്തിൽ കുഫാർ കാഫിറുമായി ഇടചേരുക അത് പാടില്ല. ഖൗഫൻ അലി അത് അയാളെ വീട് പേടിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തോടുകൂടെ മാനുൽ ഖവിയ ശക്തൻ തന്നെ ലായുന്തം ഇലാ മുഖാറത്തിൽ ഈ പറയുന്ന ആളുകളുമായി കൂടിക്കലരുക എന്നതിലേക്ക് സുന്നത്തില്ല. അത് കാഫിറുമായിട്ട് ആർക്ക് ഇസ്ലാം കൊണ്ട് പുതിയതായി മതത്തിൽ വന്ന ആളുകൾക്ക് പാടില്ല. ഇതാണ് പേടി. അപ്പൊ ഒന്നങ്ങനെ കഴിഞ്ഞു. ഈ രണ്ട് അൽ മന്ദിക്ക് മന്ദിക്ക് നോക്കുന്നുണ്ട്. ഓവഭാഗത്തിൽ അൻ വജിഹി ദലീൽ വസുഹൂത്ത് ദലീലിന്റെ വഴികൾ എന്തൊക്കെയാണ് അന്ന് നിബന്ധന പരതുകയാണ്. ആ വജിഹിൽ അജി വസുഹൂത്ത് ഹദ്ദടിക്കുമ്പോ ഹദ്ദിന് ചില ന്യായങ്ങളുണ്ട്, അത് നിബന്ധനകളുമുണ്ട്. ബഹുമാദാഖിലാനി ഇൽമുൽ കലാം അത് രണ്ടും ഇൽമുൽ കലാമിലാണ് പ്രവേശിക്കുന്നത്. വൽ ഫലാസിഫത്തു ഫൽസഫിയാണ് ലം യംബരിദു ഫീഹാ അതിൽ ഇൻസരിവ് എന്താണ് തരിച്ചായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വിഷയം കൊണ്ട് അവർ തരിച്ചായിട്ടില്ല. പിന്നെന്താണ് എൽമിൽ നിന്ന് ഏതെങ്കിലും മറ്റൊരു റൂട്ടിലൂടെ അവർ തനിക്കണം ആവശ്യം അത് അവർക്ക് കഴിയില്ല. വലിംബറദു മദാഹിബി മദാഹിബ ബഅദുഹാ കുഫ്റുൻ വബഅദുഹാ ബിദ്അത്ത് ഇവിടെ എന്താ പറയാനുള്ളത്, എന്തായാലും മറ്റൊരു മാർഗത്തിലൂടെ അവർക്ക് തനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇവർ തനിച്ചത് അവർ ചില ആൾക്കാരെ മദ്ഹബ് അനുസരിച്ച് അത് ചിലവര് പറയാ കാഫറാണ്, അപ്പൊ ബഅദുഹാ ബിദ്അത്ത് ചിലർ പറയാ ബിദ്അത്താണ്. ഈ രണ്ട് രീതി ശരിയല്ല. വകമ അന്നൽ ഇഹ്തിസാല ഏതുപോലെ പ്രപഞ്ചം വെടിയ ഇഹ്തിസാലുകളെ കൊഴിഞ്ഞു പോയി ജീവിക്കുക. ലൈസ ഇൽമുൻ ബിറൈസി ഇഹ്തിസാൽ മാത്രം എടുത്തൊരു ഇൽമാണത്, അത് ഇൽമല്ല. ബൽ അസ്ഹാബുഹു എന്നാലും ഈ ഇഹ്തിസാലിന്റെ അടികള് സായിബത്തുൽ മുതകല്ലിമീന വിശ്വാസശാസ്ത്രം തർക്കിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പെട്ട ഈ ഭാഗം തന്നെയാണ്. വാഹിൽ വന്നത് ചിന്ത, ആലോചന, ചർച്ച എന്നിത്യാദി കാര്യങ്ങളെ കൂടെ ഉള്ളവർ തന്നെയാണ് പറയും. ഇവറതു ഇവരൊക്കെന്തായി തനിച്ചുപോയി ഈ മദായി ബാത്തിലായ മധുഹബുകൾ കൊണ്ട് തനിച്ചു. ഗദാലിക്കൽ ഫലാസിഫത്തു അതുപോലെ തന്നെയാണ് ഫിൽസഫികളും തനിച്ചു പോയത്. അവരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് തരിപ്പടമായത്. അപ്പൊ 1, 2, 3 കഴിഞ്ഞു. 3 കഴിഞ്ഞോ? ഇല്ലല്ലോ. 2 എന്താ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ടില്ലല്ലോ. 2 പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ രണ്ടാമത്തെ മന്തിക്കാണെന്ന് പറഞ്ഞത്. എന്താ മന്തിക്കാണ്? ഹുവ ബയസുൻ അം വജിഹി ദലീൽ വസുറൂത്തി. ഷർത്ത് എന്താണ്? ലക്ഷ്യം എന്താണ്? വഴിയിൽ ചർച്ച ചെയ്യാം. വജിഹിൽ ഹജ്ജ് വസുറൂത്തി എന്താണ് താരീഫ്, അതിന് നിബന്ധന എന്താ ചർച്ച ചെയ്യാം. മുഹമ്മദ് അഖിലാനി ഇൽമിൽ കലാമി. അങ്ങനെ നോക്കുമ്പോൾ മന്തിക്ക് പറഞ്ഞ രണ്ട് കാര്യങ്ങളും എന്താണ്? ഇൽമിൽ കലാമിൽ വന്നതല്ലേ നായി. ഇനി അസ്താലിസ് മൂന്നാമത്തെ കാര്യം അൽ ഇലാഹിയാത്ത്. എന്താണ് ഇലാഹിയത്ത്? വഹുവാദ് ബി ബഹസുൻ അൻ ദാത്തില്ലാഹി സുബ്ഹാനഹു വ തആല സിഫാത്തി. അല്ലാഹുവിന്റെ ദാത്ത് എന്ത്, അല്ലാഹുവിന്റെ ഗുണങ്ങൾ എന്ത് എന്നതിൽ ചർച്ച ചെയ്യണത്. വഹുവ ദാഖിലുൻ ബിൽ കലാമി. ആയതൻ വീണ്ടും മുമ്പ് പറഞ്ഞത് കടന്നതുപോലെ ഇതും ഇൽമിൽ കലാമിൽ പ്രവേശിക്കുന്നതാണ്. പിന്നെ ഫലാസിഫത്തുലം ജംബരി ബിഹാദി നമത്തിൻ ആഖറ മിനൽ ഇൽമി. ഇൽമിൽ നിന്ന് മറ്റേതെങ്കിലും കുറച്ച് കടം വാങ്ങി അതേ റൂട്ടിലൂടെ എന്താണ് ഫിലോസഫിയിൽ ചർച്ചിക്കാൻ കഴിയുമോ? ഇല്ല. ബലിം വറദു മദാഹിബ ബഅദുഹാ കുഫ്റുൻ വബഅദുഹാ ബിദ്അത്തുൻ. അപ്പോൾ അവർ ചലിച്ചത് ചില മദ്ഹബുകളെ കൊണ്ട് ചലിച്ചുണ്ട്. ഏതാണ്? ചിലത് കുഫർ, ചിലത് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമാ അന്നൽ ഇഅ്തിസാൽ ലൈസ ഇൽമുൻ ബിറഹസി. ഇതുപോലെ സ്വന്തം നിലയിൽ അത് ഇൽമായി നിൽക്കാൻ പറ്റുന്നില്ല ഇഅ്തിസാൽ. ബൽ അസ്ഹാബു ത്വായിഫത്തുൽ മുതകല്ലിമീന. എങ്കിലും ഇവരാണ് സ്വന്തം ഉള്ളവരല്ല, മറ്റൊന്ന് ഉണ്ടായതാണ്. അപ്പൊ എങ്കിലും ഇവർ എന്താണെന്നറിയാമോ? ഇവർ അസ്ഹാബൊക്കെ ത്വായിഫത്തുൽ മുതകല്ലിമീന, മുതകല്ലിമീൻ പെട്ടതായിരിക്കുന്ന വിഭാഗമാണ്. വാഹിൽ ബഹസി വന്നവർ ബഹസിന്റെയും അതുപോലെ തന്നെ ചർച്ചാ നോട്ടം ഇതിന്റെയൊക്കെ ഉടമസ്ഥന്മാരായ ആളുകൾ മദാഹിബ ബാത്തിലായ മദ്ഹബ് കൊണ്ട് ഇവൻ തരിച്ചുപോയി, നമുക്ക് തരിച്ചുപോയി. ഗദാലിക്കൽ ഫലാസിഫ, അതേപോലെ തന്നെയാണ് ഫിലോസഫി. റാബിഉ നാലാമത്തേത് തബഈയാത്തുകളാണ്. വഹുവായി തബഈയാത്തുകൾ എന്തായിരിക്കും? മുഖാലിഫുൻ ലിശ്ശറഇ വദ്ദീനിൽ ഹഖ്. ശറഇനോടും അഖായിദിനോടും എതിരായിരിക്കും ഇത് ചിലത്. വഹുവ ജഹലുൻ, അങ്ങനെ ഇവനോ വിഡ്ഢിയാണ്. വലൈസ ബിഇൽമി, ഒരു ജ്ഞാനം അവന്റെ കയ്യിലില്ല. അത്താ യൂറദ ഫി അഖ്സാമിൽ ഉലൂമി, ഇൽമിന്റെ ഓഹരികളിലായി അതെന്താണ്? തനിച്ചൊരു ഇൽമല്ല, അത് ജഹിലാന്ന് പറയുന്നത്. ഏതുവരെ? ഇൽമിന്റെ ഓഹരികളിലായി അതിനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നത് വരെ ഓനെ പറ്റി അറിയില്ല, ഒരു ജഹിലാണ്. അപ്പൊ ബഅദുഹ, അത് ചിലത് ബഹസുൻ സിഫാത്തിൽ അജ്സാമി, തടികൾ അതിന്റെ ഗുണങ്ങൾ എന്താ ചർച്ച ചെയ്യാണ്. ഇപ്പൊ ഖവാസി അതിന്റെ പ്രത്യേകതകളും കൈഫിയത്ത് ഇസ്തിഹാലത്തിഹ വ തഗയ്യുരിഹ, എങ്ങനെയാണ് തടികൾക്ക് വ്യത്യാസം സംഭവിക്കുന്നത്, എങ്ങനെയാണ് പകർച്ച സംഭവിക്കുന്നത്, ഇത്യാദി കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ ഡോക്ടർമാർ ആലോചിക്കുന്നത് എങ്ങനെയാണോ അതുമായി സാദൃശ്യമാക്കപ്പെട്ടതാണ് ഇത്. ഇല്ല അന്ന ത്വബീബ, ഡോക്ടർ യൻളുറു, അയാൾ നോക്കും, ബി ബദൽ ഇൻസാനി, മനുഷ്യന്റെ ശരീരത്തിൽ അയാൾ നോക്കും. അയാൾ ഖുസൂസ്, ഒരു പ്രത്യേക രീതി നോക്കും. മിന്നയസി അമ്രുന്നു വയസ്സ്, സുഖമാണോ രോഗിയാണോ എന്ന ഭാഗത്തിൽ ഇവിടെ ഒരു ഖുസൂസുണ്ട്, കറുത്ത പ്രത്യേകത. അത്തരം ഒരു പ്രത്യേകത മേലിൽ ഇൻസാന്റെ ശരീരത്തിൽ ഇങ്ങനെ നോക്കുന്ന വഹും യൻദുറൂന, അവർ നോക്കുന്നത് പിന്നെ ഈ ജമീൽ അജ്സാമി ജിസ്മ് മൊത്തത്തിലാണ്. മിന്നയസു തഅയ്യറ വ തതഹറകു, തതഅയ്യറു വ തതഹറകു, അനങ്ങുന്നു, ചലിക്കുന്നു, വ്യത്യാസം സംഭവിക്കുന്നു എന്ന ഹൈസിയത്തിലൂടെയാണ് അവര് അത് നോക്കിക്കാണുന്നത്. മിന്നയസി അമ്രുന്നു വയസ്സിൽ, എപ്പോഴാ രോഗിയാണത്, എപ്പോഴാ ആരോഗ്യമുള്ള ആ സമയം തന്നെ. വഹും യൻദുറൂന ബി ജമീൽ അജ്സാമി, ഇവര് അങ്ങനെ നോക്കുമ്പോൾ വലാക്കിനെങ്കിലും തിബിനുണ്ട് ഫദ്ലുൻ അലൈഹി, ഈ പറയുന്ന തബഈയാത്തിന്റെ ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. വഹുവാദ് അന്നഹു മുഹ്താജുൻ ഇലൈഹി, അതെന്താണ്? അത് മുഹ്താജുൻ ഇലൈഹിയാണ്, അത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിബിനത് ആവശ്യമാണ്, അത് നോക്കൂലി. അമ്മ ഒരു മുബി തബഈയാത്ത്, അവിടെ വിജ്ഞാനത്തിലുള്ള അറിവുകളൊന്നും ഫല ആകത്തില്ല, അതെന്താവില്ല തബഈയത്തിലേക്ക് ആവശ്യമായി വരുന്നില്ല.
ഫൈദൻ അസമയത്തിൽ കലാമവും സംസാരം സാറം ജുംലത്തി സ്വനാഅത്തിൽ വാജിബത്തിൽ കിഫായ ഫർള് കിഫായ എന്ന നിലക്കിൽ വാജിബായ പ്രവർത്തന കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇൽമുൽ കലാം വേണം. എന്തിന് ഇറാസത്തിൽ ഖുലൂബിൽ അവാമി അൻ ദഖീലാത്തിൽ മുതയാത്തി മുത്തനാശയക്കാരുടെ ചിന്തകളെ തൊട്ട് ഇന്നേ കാലത്തിൽ പൊതുവെ ജനത്തിന്റെ കൽബുകളെ കാക്കാൻ വേണ്ടി ഫർള് കിഫായ എന്ന ബാധ്യതയുടെ മേലിൽ നിർബന്ധമായ കുറെ ജോലികളുണ്ട്. ആയിപ്പെട്ടതാണ് ഇൽമുൽ കലാം എന്നായി. വൈനമാ അദസദാലിക്ക ഈ ബിദ്അത്തുകളൊക്കെ ഉണ്ടായത് ബിഉദൂസിൽ ബിദ്അത്തുകാരുടെ ഉദുമ കൊണ്ടാണ്, ഓല വരവ് കൊണ്ടാണ് ഈ ബിദ്അത്തൊക്കെ ഉണ്ടായത്. കമാ ഹദ്ദസത്ത് ജമാഅത്തുൽ ഹാജത്ത് അൽ-ഇൻസാൻ ഇൻസാന എന്താ ആവശ്യമായതുപോലെ ഇലസ്തിജാരി ബദുറഖത്തുൻ അവന് സംരക്ഷണം നൽകുക, അവനെ നോക്കുക, കാവലാക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ അങ്ങനെ പറ്റുന്ന ഒരാളെ വാങ്ങുക. ഇൽമുൽ അറബി അറബികളെ ദുൽമ് ചെയ്യലുകൊണ്ട് ഖതീമുത്തരീഖ വഴികളൊക്കെ അവർ മുറിച്ചിട്ടു. അതുകൊണ്ട് കൊള്ള ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ ഓലിന്ന് ഹാജിമാർ രക്ഷപ്പെടുത്തലോ ആവശ്യമുണ്ടല്ലോ. അവൻ ഹജ്ജിന്റെ വഴി എന്ന് പറഞ്ഞല്ലോ. ഓരോ തറക്കല്ല അറബ് ഉദ്വാനവും അവൾമാരുടെ ശത്രുത അറബി മറ്റൊഴിവാക്കിയാൽ ലമ്യക്കൊന്ന് ഇസ്തീജാൽ ജുലൂസ് പിന്നെ അവിടെ ഇരിക്കൽ പിന്നെ ഹുറാസ് ഒക്കെ ഇങ്ങനെ കണ്ണെന്ന് അഭിവാദിച്ചാണ്. അങ്ങനെ വരികയാണെങ്കിൽ ലമ്യക്കൊന്ന് ഇസ്തീജാൽ ജുലൂസ് ഐ ഹുറാസ് പാറാവുകാരെ വായ്പക്ക് വാങ്ങാൻ പറ്റില്ല. മിഷറു തരീഖൽ ഹജ്ജി പറ്റൂല എന്നല്ല, ഹജ്ജിന്റെ വഴിയുടെ നിബന്ധനപ്പെട്ടതല്ല. പരിലാലിക്ക അതുകൊണ്ട് പറയട്ടെ ലൗ തറക്കൽ മൂത്തതി അതയാൽ അവന് സ്വന്തം വിട്ടുകൊണ്ട് മുമ്പത്തതിയാൾ അപേക്ഷിച്ചു. എന്തിന്? ലിമഫ്തഖറ അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതയാൽ ഇവന്റെ ശ്രദ്ധ ഇല്ലായ്മണ്ടല്ലോ, അത് മുമ്പത്തതി ഉപേക്ഷിച്ചാൽ ലമഫ്തഖറ ഇല സിയാദത്തി അവ ഹാജിയാർ ആവശ്യമായി വരുന്നില്ല. അലാമ വഹിദബി അസ്രി സ്വഹാബത്തി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ എന്തായി ഇതാക്കേണ്ടിയത് അതനുസരിച്ച് ദുആയിലേക്ക് ആവശ്യമായിരുന്നില്ല. അപ്പൊ ദ്വാരക്കാം